എല്ലാവർക്കും ഇല്ലാത്തത് എന്താണ്? ഓപ്ഷൻ എ ജ്ഞാനം, ഓപ്ഷൻ ബി വിശ്വാസം, ഓപ്ഷൻ സി ബുദ്ധി. ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ നിബന്ധനകൾ അറിയാൻ അവസാനം വരെ ഒന്ന് കാണുക. അവസാനമായിട്ട് നിബന്ധനകൾ പറയുന്നുണ്ട്. വേഗത്തിൽ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: എല്ലാവർക്കും ഇല്ലാത്തത് എന്താണ്? ഓപ്ഷൻ എ ജ്ഞാനം, ഓപ്ഷൻ ബി വിശ്വാസം, ഓപ്ഷൻ സി ബുദ്ധി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: കർത്താവ് നിങ്ങളെ ആരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും? ഓപ്ഷൻ എ പിശാചിൻ്റെ, ഓപ്ഷൻ ബി ശത്രുക്കളുടെ, ഓപ്ഷൻ സി ദുഷ്ടന്റെ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സുവിശേഷം അനുസരിക്കാത്തവർ എന്ത് അനുഭവിക്കും? ഓപ്ഷൻ എ നിത്യനാശം, ഓപ്ഷൻ ബി ന്യായവിധി, ഓപ്ഷൻ സി നിത്യാഗ്നി. നാലാമത്തെ ചോദ്യം ഇതാണ്: ന്യായവിധി വരണം എന്ന് പറയുന്നത് ആർക്കാണ്? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് കൈവിട്ടു പോകാതെ പിടിക്കേണ്ടത്? ആറാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: അനുഗ്രഹങ്ങൾ ആരുടെയൊക്കെ പക്കൽ നിന്നാണ് വരുന്നത്? അവ ഏതൊക്കെ? ഏഴാമത്തെ ചോദ്യം: ഹൃദയങ്ങൾ എവിടേക്കാണ് തിരിയേണ്ടത്? എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: കൃപയാലെ നൽകിയിരിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒൻപതാമത്തെ ചോദ്യം: മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ ചെയ്യുന്നവർക്ക് ഈ പാഠഭാഗത്ത് പറയുന്ന ഒരു പേര് എന്താണ്? പത്താമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. സഹവാസം, കൂട്ടുകൂടൽ എന്നർത്ഥമുള്ള ഒരു പദം ഏതാണ്? ഈ പദം 1 കൊരിന്ത്യരിൽ ദോഷകരമായ സ്വഭാവമുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്നു. ഏതാണ് ആ വാക്ക്? ഈ കൊരിന്ത്യരിലെയും റെഫറൻസ് വേണം, ഈ ഭാഗത്തെ അതായത് 2 തെസ്സലോനിക്കയിലെയും റെഫറൻസ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് എങ്ങനെ ഇരിപ്പാനാണ് കഴിവുണ്ടായിരുന്നത്? ഉത്തരം ഇതാണ്: ഘനത്തോടുകൂടെ. തെസ്സലോനിക്കർ 2:6. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നല്ലത് എന്തു ചെയ്യണം? ഉത്തരം ഇതാണ്: മുറുകെ പിടിക്കണം. തെസ്സലോനിക്ക ലേഖനം 5:21. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ശിരസ്ത്രമായി ധരിക്കേണ്ടത് എന്താണ്? ഉത്തരം ഇതായിരുന്നു: രക്ഷയുടെ പ്രത്യാശ. 5:8. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് തെസ്സലോനിക്കരോട് സുവിശേഷം അറിയിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഇതാണ്: വലിയ പോരാട്ടത്തോടെ. 1 തെസ്സലോനിക്കർ 2:2. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഇതിന് വേറൊരു ഉത്തരം കൂടിയുണ്ട്. അതായത് രണ്ടാമത്തെ ഉത്തരം ഇതാണ്: രാവും പകലും വേല ചെയ്തുകൊണ്ട്. 1 തെസ്സലോനിക്കർ 2:9. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവവും മനുഷ്യരും സാക്ഷിയാകുന്ന ജീവിതം എങ്ങനെയായിരിക്കണം? ഉത്തരം ഇതാണ്: പവിത്രമായും നീതിയായും അനിന്യമായും. 1 തെസ്സലോനിക്കർ 2:10. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: തെസ്സലോനിക്ക സഭയ്ക്കുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: 1 തെസ്സലോനിക്കർ 1:2 നമുക്ക് ഇങ്ങനെ വായിക്കാം: നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. അതുപോലെ തന്നെ 1:3 ഇങ്ങനെ വായിക്കുന്നു: യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. ഇതായിരുന്നു ശരിയായ ഉത്തരം. നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്.
തെസ്സലോനിക്കരുടെ അടുത്തും പോയോ എന്ന് എന്നെക്കുറിച്ച് സംശയമുണ്ടായി. എങ്കിൽ ഞാൻ ആരാണ്? നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു ഇത്. പല പ്രിയപ്പെട്ടവരുടെയും ഉത്തരം തെറ്റിപ്പോയി എന്ന് തന്നെ വിഷമത്തോടു കൂടി പറയേണ്ടി വരും. നമ്മുടെ ശരിയായ ഉത്തരം ഇതാണ്: പരീക്ഷകൻ. യേശുവിൻ്റെ അടുക്കൽ പോയത് മത്തായി 4:3 നമുക്ക് ഇങ്ങനെ വായിക്കാം: അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ 1 തെസ്സലോനിക്കർ 3:5 നമുക്ക് ഇങ്ങനെ വായിക്കാം: പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ടു. അപ്പോൾ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്നൊരു സംശയം അവിടെ കാണുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ ശരിയായ ഉത്തരം. എന്നാൽ പല പ്രിയപ്പെട്ടവരും പൗലോസ് എന്ന് എഴുതുകയുണ്ടായി. സാത്താൻ പൗലോസിനെ തടഞ്ഞു എന്ന് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പൗലോസിൻ്റെ അടുക്കൽ പോയോ എന്ന് അല്ലായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം തെസ്സലോനിക്കരുടെ അടുത്ത് പോയോ എന്ന് സംശയമുണ്ടായി എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. 8ാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസും കൂട്ടരും 2 വാക്യങ്ങളിൽ ഒരേ സമയം ചെയ്ത 3 പ്രവൃത്തികൾ എന്താണ്? ഉത്തരം ഇതാണ്: 2 വാക്യങ്ങളിൽ കാണുന്ന ഒരേ സമയമെന്ന് പറയുന്നത് രാവും പകലും. 2 വാക്യങ്ങളിൽ കാണുന്ന 3 പ്രവൃത്തി എന്ന് പറയുന്നത്: 1ാമത്തെ പ്രവൃത്തി താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു, 3:10. 2ാമത്തെ പ്രവൃത്തി വേല ചെയ്തു. 3ാമത്തെ പ്രവൃത്തി ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, 2:9. 1 തെസ്സലോനിക്കർ 3:10 നമുക്ക് ഇങ്ങനെ വായിക്കാം: ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോന്നു. 1 തെസ്സലോനിക്കർ 2:9 നമുക്ക് ഇങ്ങനെ വായിക്കാം: സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഉത്തരം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു: നേരെ നിന്നുകൊണ്ടുള്ള പുകഴ്ത്തൽ, ഇതിന് പകരം പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം ഇതാണ്: മുഖസ്തുതി, 2:5. ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ച പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ആശായി, സിസ്റ്റർ ജയവല്ലി ചോദിച്ചിട്ടുണ്ട്: ഉപ്പ് എന്നതും ശരിയല്ല എന്ന്. യേശു പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. അപ്പോൾ രണ്ടിടത്തും ഉപ്പ് പറയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ ചോദിച്ച ചോദ്യവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഉപ്പെന്നുള്ളത് ശരിയായി വരികയില്ല. സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ വത്സ വത്സൻ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ എസ്തേർ റോബിൻസൺ, സിസ്റ്റർ ജിൻസി ജേസി, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉത്തരം അയച്ചു കാണുന്നില്ല എന്ന്. സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ആലിസ് യോഹന്നാൻ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, ആൻറ്റിയുടെ ഉത്തരം ഇവിടെ എത്തിയിട്ടുണ്ട്. സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ റെജിമോൾ, ബ്രദർ ബിന്നി ബേബി, സിസ്റ്റർ പ്രേംകുമാരി. സിസ്റ്റർ പ്രേംകുമാരി ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഉത്തരങ്ങൾ ശരിയായിരുന്നില്ലേ എന്ന്. സിസ്റ്ററിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരം ഇതാണ്: ഇവിടെ യേശു പറഞ്ഞത് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം, മത്തായി 5:13. പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. ഈ 2 വാക്യങ്ങളിലും ഉപ്പ് മാത്രം ഒരു സാമ്യമായിട്ട് കാണുന്നുള്ളൂ, ബാക്കിയൊന്നും സാമ്യമായിട്ട് വരികയില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, മറ്റൊരു സംശയത്തിന് മറുപടി പറഞ്ഞതാണ്. സിസ്റ്റർ ഡാലി ജെയിൻ, സിസ്റ്റർ ജലജ, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ റെനീസം, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, സിസ്റ്റർ നിഖിത,
സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ അനിത ലിജി, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ലിതി തോമസ്, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ സുമതി ഭായ്, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ ഡാലി ജയൻ, ബ്രദർ ശശി സി എ, സിസ്റ്റർ ഗീതമ്മ രാജു പറഞ്ഞിട്ടുള്ള 7ൻ്റെ ഉത്തരം സാത്താൻ 2-17-18, സിസ്റ്റർ പൊന്നമ്മ രാജു. ഇത്രയും പേരാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ശരി ഉത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. 2 പേർ മാത്രമാണ് വിജയികളായിട്ടുള്ളത്. സിസ്റ്റർ റജിമോൾ, സിസ്റ്റർ സുനിത ഷാജി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ബൈബിൾ ക്വിസിന്റെ നിബന്ധനകളൊന്ന് പറയാം. തിങ്കൾ വ്യാഴം ഈ 2 ദിവസങ്ങളാണ് നമ്മുടെ ബൈബിൾ ക്വിസ് ഉള്ളത്. ഓരോ പുസ്തകത്തെ ആസ്പദമാക്കി 10 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം ഒരു ദിവസമാണ്. 5 മണിക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 5 മണി വരെയാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുക. ഉത്തരത്തോടൊപ്പം റെഫറൻസ് ആവശ്യമാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ പേര് കൂടി ആ ഉത്തരത്തിന് മുകളിലായിട്ടൊന്ന് വെച്ചാൽ ഉത്തരം അയക്കുന്നവരുടെ പേര് പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പറയുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദൈവവചനം പഠിക്കുവാനും ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും സാധിക്കും. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ഇന്നത്തെ ഉത്തരങ്ങൾ അയക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.